ഹേ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹു ഐ ആം എന്ന സീരീസിന്റെ 16ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ ജി ഇങ്ങനെ സോങ്ങിനോട് അതെന്താണ് ആ കോൺട്രാക്ട് ഏറ്റെടുക്കാത്തതെന്ന് പറയുകയാണ്. അവനാണെങ്കിൽ അപ്പ ഒരു കോള് വന്നില്ലേ, അത് നമ്മുടെ സി ആണ് വിളിച്ചിരിക്കുന്നത്. അവളാണെങ്കിൽ അവിടുത്തെ ആ റിസോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് കുറെ ലോസ്റ്റ് വരും, അതുകൊണ്ട് ഇത് ഈ ഒരു പ്രപ്പോസൽ എടുക്കാത്തതാണ് നല്ലതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അത് നമ്മുടെ അനിയൻകുട്ടനോടും പറയുന്നുണ്ട്. അതാണ് അവൻ ആദ്യം പുച്ഛമായിട്ട് എടുക്കുന്നത്. അത് പിന്നീട് അവനത് അറിയുന്നുണ്ട്. അങ്ങനെയാണ് ഇവര് ചോർന്നു പോയില്ലേ ഒരു ഡോക്യുമെന്റ്, അതാണ് ഇവൻ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കുമ്പോഴത്തേക്കും അവൻ അത് കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ പിന്നെ ദേഷ്യം വരെയാണ്. കാരണം ഇവൻ ആദ്യം അറിഞ്ഞ് ഇവളോടല്ലേ പറയേണ്ടത്, അതുകൊണ്ടല്ലേ ആ മീഡിയാസിന്റെ മുമ്പിലൊക്കെ ഇവളിങ്ങനെ ആക്ട് ചെയ്തത്. എന്നിട്ട് ഇവളിങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഇല്ല, ഞാൻ പോവാ എനിക്കൊന്നും എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണടി ചേർക്കുന്ന ഷെന്നും കൂടി അവളെ കളിയാക്കുകയാണ്. കാരണം എന്തെന്നോ, ആ മീഡിയയിലൂടെ അവൾ കാണിച്ചതൊക്കെ ഇവരും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട്, മടിച്ചൊക്കെ ആയിട്ടോ പറയുന്നേ, എനിക്കിങ്ങനെ അവനോട് ഇഷ്ടമാണെന്നാ തോന്നണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷെൻ നല്ല ഹാപ്പിയാണ്. അവൾ പറഞ്ഞു, എന്തായാലും അവന് നിന്നെ ഇഷ്ടം, നിനക്ക് അവനെ ഇഷ്ടം, ഇനിയിപ്പോൾ എന്തോ ഒന്നും തന്നെ നോക്കാനില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെണ്ണെന്താ പറയുന്നത് വെച്ചാൽ, അവൾക്കാണെങ്കിൽ ഇപ്പം അമ്മയുടെ കാര്യമാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒന്നിൽ ചെന്ന് ചാടുമ്പോൾ അമ്മയുടെ ഞാൻ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്നും വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിയുടെ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ. അവനാണെങ്കിൽ ജിയാങ്കിന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിയാങ് എന്നിട്ട് പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട് ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട്. എന്താണ് നീ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ മടിയോടുകൂടി വന്ന് പറയുന്നുണ്ട്, എടാ എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അപ്പത്തേക്കും ജിയാങ് കഴിഞ്ഞിട്ട് പറയണം, എനിക്കിത് അപ്പോഴേ അറിയാമോ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് അതിപ്പോൾ മനസ്സിലായത്, പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് നേരെ തന്നെ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിനി എങ്ങനെയാണ് അവളോട് ഇനി ഇഷ്ടമാന്നൊക്കെ പ്രകടിപ്പിക്കുക, എങ്ങനെയെന്ന് എനിക്കൊരു വഴി പറഞ്ഞു തരാം ജിയാങ്ങിനോട് പറയണ്ടേ. നല്ല ആളോടെ ചോദിക്കണേ. അവനിങ്ങനെ സിനിമയെ കാണുന്ന പോലത്തെ കുറേ സീനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ജിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് കുഴഞ്ഞവൻ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് മടുത്തിട്ട്. ലാസ്റ്റ് ഇവരൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരിടത്ത് കൊണ്ടുപോയിട്ട് പ്രപ്പോസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവൻ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കണം എന്താണ് അവൾക്ക് ഇഷ്ടമെന്ന്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഒരു ദിവസം കാറിലാണെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു അമ്യൂസ്മെന്റ് പാർക്ക്, ഒരു ഡിസ്നി ആ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലം കാണും. അപ്പൊ അവൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഓർക്കും, അത് അവൾക്ക് ഇഷ്ടമാണ്, അപ്പൊ നാളെ തന്നെ അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നിട്ട് നാളെ ഇങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിലോ ഇതൊക്കെ ഓർത്ത് ആകെ ടയേർഡായിട്ട് കിടക്കുമായിരിക്കും. അവൾ ആദ്യം വേണ്ടാന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവനോടുള്ള ഇഷ്ടത്തില് അവളാണെങ്കിൽ വരാന്ന് ഓക്കെ പറയുന്നു. ഇത് കേട്ടത് അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അടുത്ത സീനിലായി കാണിക്കുന്നത് നമ്മുടെ അനിയൻകുട്ടനെയാണ്. അവനിങ്ങനെ രാത്രി പകലും ഒക്കെ ഉറക്കൊളച്ച് ഇരുന്ന് ഉണ്ടാക്കിയ ആ സംഭവമൊക്കെ അവൾ ഒറ്റയടിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. ആ ഒരു വിഷമത്തിൽ അവൻ അതൊക്കെ ചുരുട്ടി കീറിയൊക്കെ കളയാണ്. ഇത് കണ്ട് അവന്റെ ചേട്ടൻ വന്നിട്ട് പറയണേ, നീ എന്നെ ഇങ്ങനെ നിന്നെ തന്നെ ഒന്ന് കണ്ണാടി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടി കൊണ്ടു നോക്കുന്നുണ്ട്. ചേട്ടൻ വേറെ ഉദ്ദേശത്തിലാണ് പറഞ്ഞെങ്കിലും ഇവൻ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് അവന്റെ കവളിൽ ഒരു കുരുവാണ്. അയ്യോ ദേ ഒരു കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഡോക്ടറെ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടുകയാണ്. ചേട്ടൻ എന്താ പറയണ്ടേന്ന് അറിയാതെ ചേട്ടൻ ഇങ്ങനെ കണ്ണടച്ച എല്ലാം ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ്. പിന്നെയാണെങ്കിലോ ജിയും ചെയർമാനും അങ്കിളും കൂടി ഓഫീസിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവരിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ആ പ്രപ്പോസലിന്റെ ആ നഷ്ടം, അതായത് ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അവർ അറിഞ്ഞിട്ടാണെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നന്നായി, എന്നിട്ട് എന്താണ് നേരത്തെ തന്നെ പറയാത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അങ്കിളിനോട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ ചോർത്താൻ വേണ്ടിയിട്ട് കുറേ സ്പൈ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാത്തതെന്ന്. ചെയർമാൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നീ ആരാന്ന് കണ്ടുപിടിച്ചോന്നൊക്കെ. അപ്പൊ അവൻ തെളിവ് സഹിതം ഇങ്ങനെ ഒരു ഫോണിൽ എന്തോ ഡീറ്റെയിൽ നമ്മുടെ ചെയർമാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്കിൾ ഇത് കണ്ടിട്ട് പേടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ക്യാങ് ആണ് ഇതിനൊക്കെ കാരണമെന്ന്. പക്ഷെ അങ്കിളിന്റെ പേര് പറയാത്തതുകൊണ്ട് അയാളെങ്കിൽ പറയാം, അവൾക്ക് ഇത്ര ധൈര്യം, ഞാൻ അവളെ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ എന്നാ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവളെ കാണില്ല. അവളാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയിട്ടായിരിക്കും അങ്ങോട്ട് വരുന്നത്. ഇയാളാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരോടും പറയുന്നത് നമ്മുടെ പെണ്ണ് ക്യാങ് ആണെങ്കിൽ അവിടെ ഒരു സൈഡിൽ നിന്ന് കേൾക്കും. എന്നിട്ട് അവൾ അപ്പം തന്നെ ആർക്കും പിടി കൊടുക്കാതെ തന്നെ ഓടിപ്പോവുകയാണ്. ഈ അങ്കിളാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. പാവം ക്യാങ് ഇനി എന്തെയോ എന്തോ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഇവനാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും അവൾക്ക് വേണ്ടി ആ
അമ്യൂസ്മെന്റ് പാർക്കിലാണെങ്കിൽ എല്ലാം റെഡിയാക്കുകയാണ് അവൻ. എന്നിട്ട് ആ ഒരു കുതിര പോലത്തെ ഇല്ലേ റൈഡ്, അതിലാണെങ്കിൽ സോങ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അത് സെറ്റാക്കി വെക്കുകയാണ്. അതേസമയം ഇവളാണെങ്കിലോ ഇവന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും അവളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ആരും അവളുടെ പുറകെ വന്ന് ഷോക്ക് ചെയ്യുകയാണ്. അപ്പം തന്നെ അവളിങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പം അവളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഗിഫ്റ്റ് പൊട്ടുന്നു. ആ പൊട്ടണ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ചെറുക്കൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഗിഫ്റ്റ് മാത്രമേ അവിടെ പൊട്ടിക്കിടക്കുന്നുള്ളൂ. നമ്മുടെ പെണ്ണിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ഫോണിലോട്ട് മെസ്സേജ് വരിക കേട്ടോ, ഇങ്ങനെ നീ വണ്ടിയുടെ അടുത്തേക്ക് വരണം, പാർക്കിങ്ങിൻ്റെ അവിടെ എന്ന ഇവളുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടോ. അവൻ അപ്പം തന്നെ ഓടുന്നുണ്ട്. ഓടിപ്പോയി നോക്കുമ്പോൾ തന്നെ ഒരു വണ്ടിയിലാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഇവളെ കിടക്കുക. അപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ അവളെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് പിന്നെ അപ്പം തന്നെ ആരോ വന്നിട്ട് അവനെയും ഷോക്ക് ചെയ്യിപ്പിച്ചിട്ട് അവളുടെ കൂടെ തന്നെ കിടത്താണ്. അപ്പോഴാണ് കാണിക്കുന്നത് ഇതെല്ലാം ചെയ്തത് കാങ് ആണെന്ന്. ഇതേ സമയം നമ്മുടെ ഷെന്നിനും സീക്കും ജിയാങ്ങിനും കണ്ണടിച്ചെറുക്കനും ഒക്കെ മെസ്സേജ് വരികയാണ്. അപ്പൊ തന്നെ അവരവിടെ എത്തുന്നുണ്ടെങ്കിലും അവിടെ ആ വണ്ടിയേനോ അവർ രണ്ടുപേരെയും ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നിട്ട് അവരാണെങ്കിൽ ഈ വിവരം നമ്മുടെ ചെയർമാനോട് പറയുകയാണ്. അപ്പൊ ചെയർമാൻ ഇങ്ങനെ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം, സമയം കളയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും ദേ ഒരു ഫോൺ കോൾ വരികയാണ് ചെയർമാന്. നോക്കുമ്പോ എന്നാ നമ്മുടെ കാങ് ആണ് വിളിച്ചിരിക്കുന്നത്. ഭീഷണിയുടെ സ്വരത്തിലാട്ടോ അവള് പറയുന്നത്, എനിക്ക് ഇങ്ങനെ വേണം, ഇത്രയും പൈസ വേണം. അങ്ങനെ അത് പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ കോള് കട്ടാകുകയാണ്. അപ്പൊ നോക്കുമ്പോ അതാ അവളെ ആരോ എന്തോ ചെയ്തിട്ട് അവളിങ്ങനെ കുഴഞ്ഞ് കിടക്കണം ബെഡില്. പിന്നെ ഒരാൾ അവളുടെ ബാഗ് എടുത്തോണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അതൊരാണാണ്. ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സോങ്ങിനെയും ജീനെയുമാണ്. അവരിങ്ങനെ ഒരു വണ്ടിയുടെ ഉള്ളിലാണ് തോന്നുന്നു കേട്ടോ. അവരിങ്ങനെ മയങ്ങി കിടക്കാണ്. ജീക്ക് ഇങ്ങനെ ബോധം ആദ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സോങ്ങിനെ എണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ കൈ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, അഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ജി ആണെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയോ അഴിച്ച് അവൻ്റെ ബാച്ചിൻ്റെ സംഭവം കൊണ്ടാണെങ്കിൽ എങ്ങനെ അവൻ അഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവളുടെ എന്നിട്ട് അഴിച്ചു കൊടുത്തിട്ട് രണ്ടുപേരും കൂടി അതിങ്ങനെ തട്ടി 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 ഒച്ച ഏൽപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും കേൾക്കട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ എന്താ സമയം ഭയങ്കരമായിട്ട് വൈകിയായിരുന്നു. ഒരു രാവിലെ 2:45 ആയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർ വരുന്ന ആ സമയത്ത് നമുക്ക് തട്ടി നോക്കാം. ഇപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോലീസുകളെ കംപ്ലൈന്റ് ചെയ്യാം, നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ചെറുക്കനില്ലേ, മറ്റേ രണ്ടാമത്തെ ഭാര്യയുടെ മോൻ, അവനിങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയും, ദേ നിങ്ങൾ കണ്ടു വച്ചാ ദേ കാങ് മരണപ്പെട്ടു, അവൾ നമ്മളെ ചതിച്ചാൽ അവൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാകെ ഷോക്കാണ്. കാരണം കുറച്ച് മുമ്പ് തന്നെ അവളെ വിളിച്ചതല്ലേ. അപ്പൊ ഇവളുടെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാകുകയാണ്. അവരപ്പം തന്നെ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് അന്വേഷണം നടത്തുകയാണ്. എന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനെ മനസ്സിലാവാണ് ഇവരിങ്ങനെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലായിരുന്നു. കാരണം എന്താ, ഒരു കടലിന്റെ ഇങ്ങനെ ഇരുമ്പുന്ന സൗണ്ട് ഒക്കെ ഇവരിങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മളെ കാണിക്കുന്നത് പുറത്താണെങ്കിൽ ഒരു 100 കേട്ടോ, ഒരു കുറേ ഉണ്ട് കണ്ടെയ്നേഴ്സ്. ഇതിലെങ്ങനെ ഇനി നമ്മുടെ പിള്ളേർ അവരെ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ ചെനയാണെങ്കിൽ മൂക്കുമുട്ട ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം എന്താ, നമ്മുടെ ജീനെ കാണാതായില്ലേ, ഇനി ആ സ്ഥാനത്ത് എന്തായാലും ഇവനായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പത്തേക്ക് അങ്ങള് വന്ന് പറയണം, നീ എന്ത് മണ്ടനാടാ, നീ എന്നെ ഇവിടെ ചെയ്തത്, നിന്റെ അച്ഛൻ നിന്നെ അവരന്വേഷിക്കാനല്ലേ പറഞ്ഞു വിട്ടത്, അതിന് പകരം നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുടിക്കുകയാണോ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അവനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്, അവൻ പോയില്ല, ഇനി എനിക്കല്ലേ ആ സ്ഥാനം എന്നൊക്കെ. അപ്പൊ അങ്കിള് പറയും, നീ ഇങ്ങനെ ഒന്നും ആവല്ലേ, നീ അവരെ പോയി കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കും അത്ഭുതമാവുന്നുണ്ട്. കാരണം നമ്മുടെ അങ്കിളുടെ വായിന്നല്ലേ ഇങ്ങനത്തെ വർത്താനം വരുന്നത്. പക്ഷെ അങ്കിൾ അതല്ല ഉദ്ദേശിച്ചത്. അങ്കിൾ ഒരു കുരുട്ട് ബുദ്ധിയാണ്. കാരണം അച്ഛനെ കൊണ്ട്, അച്ഛൻ നോക്കുമ്പോ എന്താ ഇവൻ ഇങ്ങനെ അന്വേഷിക്കുന്ന പോലെ കാണിക്കണം. പക്ഷെ എന്താ, നീ അന്വേഷിക്കാൻ പാടില്ല, നീ ചുമ്മാ അങ്ങനെ ആക്ട് ചെയ്താൽ മതിയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ പിള്ളേരാണെങ്കിൽ ആ കണ്ടെയ്നറിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോങ് ഇങ്ങനെ പറയുന്നുണ്ട്, അവരൊന്നും ഇനി രക്ഷിക്കാൻ പോകുന്നില്ല, ഇതറിഞ്ഞതും അവരെന്തായാലും പെട്ടിയും പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറി രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ ജിയും അതുപോലെ തന്നെയാണ് കമന്റ് അടിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ അവര് പറയാൻ പാടില്ല, അവരെങ്ങനെയും നമ്മളെ കണ്ടുപിടിക്കാൻ നിൽക്കത്തേ ഉള്ളൂ എന്ന്. പക്ഷെ ജിക്കും സോങ്ങിനും അറിയില്ലല്ലോ നമ്മുടെ പിള്ളേർ ശരിക്കും അവിടെ എന്താ കാണിക്കുന്നതെന്ന്. ഇവര് കഷ്ടപ്പെട്ടിട്ടാണ് ആ കിഡ്നാപ്പേഴ്സ് കൊണ്ടുപോയ വണ്ടി അവർ റെന്റിനെടുത്തു നിന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് എവിടെ നിന്നാന്നുള്ളത് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതേ ടൈം ആണെങ്കിൽ നമ്മുടെ ആ കിഡ്നാപ്പറിനെ കാണിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഇങ്ങനെ ക്യാങ്ങിൻ്റെ ഫോൺ ഇരിക്കുന്നുണ്ട്. അതിലോട്ടാണെങ്കിൽ മറ്റേ റെൻറ്റിനെടുത്ത് അവർ വിളിക്കുകയാണ്, ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ അത് കേട്ടിട്ടാണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും ഇവൻ അവരെ കൊല്ലുമെന്നൊക്കെ പേടിച്ചിട്ട്. പിന്നെയാണെങ്കിലോ നമ്മുടെ പിള്ളേരതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അവർ കണ്ട കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജി ആണെങ്കിൽ പരമാവധി അവളെ ഉറക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവസാനമാകുമ്പോഴത്തേക്കും രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോവാണ്. ഇനി അവരുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ സോങ്ങിനെയും ജീനെയും ഒക്കെ രക്ഷിക്കോ ഇല്ലയോ, ഇനി അവർക്ക് എന്ത് പറ്റും എന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ